Once again, all of you, welcome back to my YouTube channel. My name is Adira. So today we are going to discuss the third chemistry chapter of CBSE class 9 students, and our chapter name is Atoms and Molecules. Okay, so നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്നതാണ്. ഇതിനകത്ത് ഈ ആറ്റംസ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമുക്ക് മാറ്റർ എന്നൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യാം അറിയാം. ഓക്കെ, സോ മാറ്റർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ. മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായ ഒരു എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്തെന്നായിരുന്നു പറഞ്ഞിരുന്നത്? മാറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, എക്സ്പെരിമെന്റിന്റെ ബേസിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഓരോ വ്യക്തികൾക്ക് വന്ന ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ബേസിലാണ് സയൻസ് ഇത്രമേൽ ഡെവലപ്പായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാറ്റർ എന്നൊരു കൺസെപ്റ്റ്, ഈ മാറ്ററിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന ഒരു ചിന്തയാണ് ഈ ആറ്റം എന്നൊരു കൺസെപ്റ്റിലേക്ക് അവരെ എത്തിച്ചത്. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, മാറ്ററിനെ ഫർദർ ഡിവിഷൻ പോസിബിൾ ആകുമോ എന്നൊരു ചിന്ത പണ്ട് കാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കുള്ളിൽ ഈ മാറ്റർ ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തും എന്നൊരു ചിന്തയിലേക്ക് അവർ എന്ത് ചെയ്തു, എത്തി. അപ്പം ഇങ്ങനൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന വ്യക്തിയാണ് മഹാഋഷി കണാദ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നതാണ് മഹാഋഷി കണാദ് എന്ന് പറയാം. അപ്പം മാറ്ററിനെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തിട്ട് ഫർദർ ഡിവിഷൻ പോസിബിൾ ആകാത്ത ഒരു പോയിന്റിൽ നമ്മൾ എത്തും. ആ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിളിനെ മഹാഋഷി കണാദ് പറഞ്ഞ പേരാണ് പരമാണു. ഓക്കെ, അദ്ദേഹം അതിന് കൊടുത്ത പേരെന്താണ്? പരമാണു. എന്ന് വെച്ചാൽ മാറ്ററിനെ ഡിവൈഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിനെ ഫർദർ ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മഹാഋഷി കണാദ് എന്ന് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ അദ്ദേഹം പറഞ്ഞ പേരാണ് പരമാണു. ഇതേ ഒരു കൺസെപ്റ്റ് തന്നെ കുറച്ചും കൂടെ ഒന്ന് മാറ്റി പറഞ്ഞ വ്യക്തിയാണ് പകുഡ കട്യായാമ. ഓക്കെ, പകുഡ കട്യാമ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഈ മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ഇൻ കമ്പൈൻഡ് ഫോം. അദ്ദേഹം പറയുന്നത് പാർട്ടിക്കിൾസ് ഒക്കെ, ഈ മാറ്ററുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, കമ്പൈൻഡ് ആണ്, അതാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മാറ്റർ നൽകുന്നത് എന്നാണ് പകുഡ കട്യാമ പറഞ്ഞത്. അത് കമ്പൈൻഡ് ഫോം ആണ്, അതാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മാറ്റർ നമുക്ക് നൽകുന്നതെന്ന് പകുഡ കട്യാമ. അത് സെക്കൻഡ് കൺസെപ്റ്റ് ആണ് ഈ ഒരു മാറ്റർ അല്ലെങ്കിൽ ആറ്റവുമായി റിലേറ്റ് ചെയ്ത് സെക്കൻഡ് കൺസെപ്റ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഡെമോക്രൈറ്റിസ് ലൂസിപ്പസ്. ഇവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, മാറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഫർദർ ഡിവിഷൻ പോസിബിൾ ആകാത്ത ഒരു പോയിന്റ് എത്തും. അതിൽ ഈ ഡെമോക്രൈറ്റിസിലും ലൂസിപ്പസിലും വെച്ചിട്ട് ഡെമോക്രൈറ്റിസ് ആണ് ആ പാർട്ടിക്കിളിന് ഒരു പേര് നൽകി ആറ്റംസ് എന്ന്. ഓക്കെ, ഡെമോക്രൈറ്റിസ് ആണ് അപ്പം ഏത് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആറ്റംസ് എന്നൊരു പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്, ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. ഓക്കെ, ഈ ആറ്റംസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇൻഡിവിസിബിൾ എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ആറ്റംസ് എന്നുള്ള പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ഡെമോക്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ലാത്ത ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ എത്തും. എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യമാണ്. അപ്പം മഹാഋഷി കണാദ് അതിന് കൊടുത്ത പേര് പരമാണു. പിന്നെ പകുഡ കട്യാമ പ്രത്യേകിച്ച് പേര് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ മാറ്ററൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എന്താണെന്ന് പറഞ്ഞു, കമ്പൈൻഡ് ഫോമിലാണ് നിൽക്കുന്നത്, അതാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മാറ്റർ നൽകുന്നത് എന്ന് പറഞ്ഞു. ഇനി ഡെമോക്രൈറ്റിസും ലൂസിപ്പസും ആണ് പറയുന്നത്. അതിനകത്ത് അവർ രണ്ടുപേരും ചേർന്ന് പറയുന്നതാണ് എന്ത്, മാറ്ററിനെ ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ലാത്ത ഒരു പാർട്ടിക്കിളിൽ നമ്മൾ എത്തും. അതിൽ ഡെമോക്രൈറ്റിസിന് അതിനൊരു പേര് നൽകി ആറ്റംസ് എന്ന്. ഇനി അപ്പം ഈ ഒരു 18th സെഞ്ച്വറി വരെയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചില ഫിലോസഫിക്ക് ബേസിക്കിന്റെ കൺസെപ്റ്റ് ആയിരുന്നു ഈ പറഞ്ഞതല്ല, അല്ലാതെ ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പം എല്ലാം ഫിലോസഫിക്കൽ ആയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിരുന്നത്. ഇനി അങ്ങനെ ഈ 18th സെഞ്ച്വറിയുടെ ഒരു എൻഡൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകൾക്ക് എന്തായി, അല്ലെങ്കിൽ ആ സയന്റിസ്റ്റിനൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയി, എങ്ങനെയാണ് ഈ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ആകുന്നത്, എന്തുകൊണ്ടാണ് അത് കമ്പൈൻ ചെയ്യുന്നത്, വൈ ദീസ് എലമെന്റ്സ് കമ്പൈനിങ്, ഇങ്ങനെയുള്ള ചിന്തകളാണ് സയൻസിനെ പിന്നീട് എന്ത് ചെയ്തത്, ഡെവലപ്പ് ആകാൻ സഹായിച്ചത്. ഓക്കെ, അങ്ങനെ അന്റോണി ലോറൻ ലാവോസിയറും
അദ്ദേഹമാണ് ഈ കെമിക്കൽ സയൻസിന് ഒരു ബേസിക് നൽകുന്ന വ്യക്തിയാണ് അന്റോണി ലോറൻ ലാവോസിയർ എന്ന് പറയുന്നത്. അത് അദ്ദേഹം നൽകുന്നത് 2 ലോസിലൂടെയാണ്, കെമിക്കൽ ലോസിലൂടെയാണ് അദ്ദേഹം ഈ സയൻസിന് എന്താണ്, അല്ലെങ്കിൽ കെമിക്കൽ സയൻസിന് ഒരു ബേസിക് തന്നെ നൽകുന്നത്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ നൽകുന്നത്. ആ ലോയുടെ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, സെക്കൻഡ് വൺ ആണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. ഇത്രയും നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം മാറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവൈഡ് ചെയ്ത് ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ലാത്ത ഒരു പോയിന്റിൽ എത്തും. അതിന് ഫസ്റ്റ് മഹാഋഷി കണാദ് പറഞ്ഞ പേരാണ് പരമാണു എന്ന്. എന്നാൽ പകുട കെട്ടിയാമ്മ പറഞ്ഞു എന്താണ് ഇത് കമ്പൈൻഡ് ഫോമിലാണ് കാണുന്നത്, അത് എന്നിട്ടാണ് എന്ത് ഡിഫറെന്റ് ഫോംസ് ഓഫ് മാറ്റർ നൽകുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഡെമോക്രൈറ്റിസും ലൂസിപ്പസും പറഞ്ഞു മാറ്ററിനെ നമുക്ക് ഡിവിഷൻ നടത്തിയാൽ ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ലാത്ത ഒരു പോയിന്റിൽ എത്തും. അതിനകത്ത് ഡെമോക്രൈറ്റിസ് അതിനൊരു പേര് നൽകി ആറ്റംസ് എന്ന്. ആറ്റംസ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിനുശേഷം കെമിക്കൽ സയൻസിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് ഫിലോസഫിക്കൽ കൺസെപ്റ്റിന്റെ ബേസിലായിരുന്നു, അല്ലാണ്ട് ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് ഒന്നും അതിനെ നൽകിയിരുന്നില്ല. എന്നാൽ 18th സെഞ്ചുറിയുടെ എൻഡ് ആയപ്പോഴത്തേക്ക് സയന്റിസ്റ്റുകൾക്ക് ക്യൂരിയോസിറ്റി ആയി, എന്തുകൊണ്ടാണ് ഈ എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ അന്റോണി ലോറൻ ലാവോസിയർ ആണ് കെമിക്കൽ സയൻസിന് ഒരു ഫൗണ്ടേഷൻ നൽകുന്നത്. അദ്ദേഹം ആ ഫൗണ്ടേഷൻ നൽകുന്നതെന്ന് വെച്ചാൽ 2 ലോസിന്റെ ബേസിലാണ്. ഫസ്റ്റ് വൺ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.